അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കഴിഞ്ഞ തവണ ഞാനൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അപസ്മാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിരുന്നു ആ വീഡിയോയിൽ ഞാൻ പ്രതിപാദിച്ചിരുന്നത്. പല ആളുകൾക്കും അപസ്മാരത്തിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അറിയാതെ ശരിയായ ചികിത്സ ലഭ്യമാക്കാത്ത വിധം പല ബുദ്ധിമുട്ടുകളും സാധാരണക്കാരായ ആളുകൾക്ക് അനുഭവിക്കേണ്ടതായി വരുന്നത് നമുക്ക് സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ യഥാർത്ഥ ചികിത്സ എവിടെ ലഭ്യമാണ്, അല്ലെങ്കിൽ ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ട് അതിന് ശരിയായ പ്രതിഫലം അല്ലെങ്കിൽ ഉദ്ദേശിച്ച ഫലം കിട്ടുമോ എന്നൊക്കെ പല ആളുകൾക്കും ഇപ്പോഴും അവെയർ അല്ലാത്തതുകൊണ്ട് ഇത്തരം കാര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഇത്തരം ചികിത്സകളുമായി പല ആളുകളും ബന്ധപ്പെടുന്നില്ല എന്നത് ഖേദകരമാണ്. അതിനെനിക്ക് നിങ്ങൾക്കായി കാണിച്ചു തരാനുള്ള ഒരൊറ്റ ഉദാഹരണത്തിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ പേഷ്യൻറ്റിനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അവർ ഏറെക്കാലം, അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം പ്രസവിച്ച 27ാമത്തെ ദിവസമാണ് എൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ആ രോഗിയോടും അവരുടെ മാതാവിനോടുമൊക്കെ ഒരു അഭിമുഖം നടത്തി അതിൻ്റെ ഒരു വിശദീകരണം നിങ്ങളിൽ എത്തിക്കുക എന്നൊരു താല്പര്യത്തിൻ്റെ മുകളിലാണ് ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ഞാൻ ഇറക്കിയിട്ടുള്ളത്. നിങ്ങൾ നമ്മുടെ ഈ സ്ഥാപനത്തിൽ എന്നാണ് ഏകദേശം വന്നിട്ടുള്ളത്? ഓർമ്മയുണ്ടോ ഈ കുട്ടിയുമായിട്ട് അന്ന് വന്നിട്ടുള്ളത്? ഡേറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏകദേശം 60-ൻ്റെ അന്നാണ്, അവന് പ്രസവിച്ച 60-ൻ്റെ അന്നാണ് ഇവിടേക്ക് വന്നത്. ഉള്ളൂ സമയം ഇതൊന്നും അറിയില്ല, ഡേറ്റും കാര്യങ്ങളൊന്നും അറിയില്ല, ഇത്രയുള്ളൂ അറിയാം. കുറെ കാലങ്ങൾ ആയിട്ടുണ്ടല്ലോ. 17 വർഷമായി. എത്ര വർഷമായി? 17 വയസ്സായി. ഏപ്രിലിൽ 17 വയസ്സായി. 17 വർഷമായി ഇപ്പൊ ഇവിടുത്തെ മരുന്ന് കുടിച്ചത്. അന്ന് പെരിന്തൽമണ്ണയിൽ ഏതോ ഒരു ഹോസ്പിറ്റലിൽ ആദ്യം ബാലഗോപാലിന്റെ ഹോസ്പിറ്റലിൽ അവിടെ കാണിച്ചു, നഴ്സിംഗ് ഹോം. അവിടെ 8 ദിവസം കടന്നു. പിന്നെ മൗലാനയിൽ 12 ദിവസം. അങ്ങനെ 20 ദിവസം ഹോസ്പിറ്റലിൽ. 40ൻ്റെ അന്ന് തുടങ്ങിയ ചികിത്സയാണ്. ഡോക്ടർമാരെന്താന്ന് പറഞ്ഞു? അവിടുന്ന് തലച്ചോറിൻ്റെ ഉള്ളിൽ പോപ്പാണ്, രക്ഷയില്ല എന്ന് പറഞ്ഞതാണ്. പിന്നെ കാണിക്കേണ്ടവരെ കാണിച്ചു. CCU-ലായിരുന്നു, ICU അല്ല CCU-ലായിരുന്നു. അതിൽ പിന്നെ അവിടുന്ന് 1300 ഡിഗ്രി പനിയായിരുന്നു. പനി എങ്ങനെയായാലും കുറയില്ല, 1100 വരെ ആവും. പിന്നെ അതേപോലെ വീണ്ടും കൂടും, അങ്ങനെ കുറയൂല. ലാസ്റ്റ് ആയപ്പോൾ കണ്ണിങ്ങനെ മറിഞ്ഞ് വെള്ളാവൽ തുടങ്ങി. പിന്നെ ഡോക്ടർമാർക്കും തന്നെ ഒരു കുറേ എവിടെ നിന്നൊക്കെ വന്ന ഡോക്ടർമാരൊക്കെ ചികിത്സിച്ച് നോക്കി. പക്ഷെ ഓരോന്നും പറഞ്ഞത് രക്ഷയില്ല എന്ന് തന്നെ പറഞ്ഞത്. നട്ടെല്ലിന് ഞാൻ എടുത്തു, 2 പ്രാവശ്യം ഞാൻ എടുത്തു. പിന്നെ ഒരുപാട് മരുന്നുകൾ കയറി. നട്ടെല്ലിന്റെ ഞാൻ എടുത്തിട്ട് ബയോപ്സി ചെയ്തിട്ടുണ്ടാവും, ടെസ്റ്റ് ചെയ്തു. അതിലൊക്കെ തലച്ചോറിന് പോപ്പാണെന്നാ പറഞ്ഞത്. പക്ഷെ രക്ഷയില്ലാന്ന് തന്നെ പറഞ്ഞിരുന്നേ, ഒരിക്കലും കഴിയൂല. പക്ഷെ പനിയായിട്ടാണ് കാണിച്ചിരുന്നത്. അളക്കൊന്നും കാര്യമുണ്ടായില്ല, അടുത്ത പനി. എന്തായാലും പനി വിടൂല. പിന്നെ അവിടുന്ന് മൂത്തച്ഛൻ പറഞ്ഞതാണ് ഇവിടെ ഇങ്ങനെ ഒരു ചികിത്സ ഉണ്ടെന്നുള്ളത്. അപ്പൊ അങ്ങനെ ഇവിടുന്നാണ് മരുന്ന് കൊടുക്കുന്നത്. ഇവിടെ ആദ്യം വന്നിട്ട് 2 പേര് വന്നിട്ട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. മരുന്ന് കൊടുത്തയച്ചു. അവിടുന്ന് ഒരു കാണാതെ ഞാൻ കൊടുത്തു. അവര് കാണാതെ മരുന്ന് കൊടുത്തു. കുറച്ചൊക്കെ മാറ്റം കണ്ടപ്പോ അപ്പൊ ഞാൻ കാക്കുനോട് പറഞ്ഞു നമുക്ക് അവിടേക്ക് കൊണ്ടുപോവാം. അപ്പൊ പിന്നെ ഓരോട് ഇപ്പൊ അത് പറയാൻ പാടില്ലല്ലോ. അപ്പൊ ഞങ്ങൾ കോഴിക്കോട്ട് എത്തും വാങ്ങിയിട്ട് ഇങ്ങനെ പോന്നതാണ്. അല്ല പിന്നെ എന്നിട്ട് അങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത്. അപ്പൊ അവര് ആയുർവേദ ചികിത്സക്കാര് ചിലപ്പോ അവര് അനുവദിക്കൂല. അപ്പൊ വീട്ടിക്ക് കൊണ്ടുപോണ്ട, ICU-ലല്ലേ. സിസ്റ്റർമാർക്ക് ചെറിയ ഡൗട്ട് ഇങ്ങനെ തോന്നിയപ്പോ അവര് പറഞ്ഞു, പഠിച്ചവനോട് പറഞ്ഞോളി, അല്ലാതെ രക്ഷയില്ല. അമ്മാര് കഴിയണതൊക്കെ ഡോക്ടർ തന്നെ പറഞ്ഞേക്കണേ. ഇതും കഴിയൂല, മുന്നോട്ട് പോകൂല എന്നുള്ളത് തന്നെയാണ്. ഡോക്ടർമാരൊക്കെ കൈ കഴിഞ്ഞ തന്നെയാണ് ഇത്. പിന്നെ നമ്മളൊരു ഭാഗ്യം കൊടുക്കെത്തി
പിന്നെ നാലാമത്തെ ഇവിടെ വന്ന് പനി അവിടെ ഇങ്ങനെ വന്ന് തിങ്കളാഴ്ചയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. പിന്നെ ഞങ്ങൾ പിറ്റേത്ത് വെള്ളിയാഴ്ച വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു പിറ്റേന്ന് കുളിപ്പിച്ചോളൂ. അപ്പൊക്കെ പനിയൊക്കെ പൂർണ്ണമായിട്ട് 4 ദിവസം ആയപ്പോഴൊക്കെ പനി ഫുള്ളായിട്ട് മാറി. 5-ാം ദിവസം കുളിപ്പിച്ചാൻ പറഞ്ഞു ഇവിടെ വന്നിട്ട്. അപ്പൊ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു 4 വയസ്സ് കഴിഞ്ഞിട്ടാണ് പിന്നെ അവനക്ക് ഇങ്ങനെ അളക്കാൻ തുടങ്ങിയത്. അപ്പൊ അത് അന്ന് ഇത് അപസ്മാരാണ് എന്നുള്ളത് അവിടെ നിന്നൊന്നും അറിയില്ല, തെളിഞ്ഞിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം ഞാനാണത് അപസ്മാരവുമായി ബന്ധപ്പെട്ട പനിയാണ് എന്ന് പറഞ്ഞത്. അങ്ങനെ അതിനുള്ള മരുന്ന് തന്നു. അങ്ങനെ പനി മാറുകയും ചെയ്തു അല്ലെ? അതാണല്ലോ സംഭവം ഉണ്ടായത്. ആ മരുന്ന് ഇപ്പോഴും കുടിച്ചോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അൽഹംദുലില്ലാഹ് പ്രാർത്ഥനയാണ്. ഇപ്പൊ കുഴപ്പമില്ല. പക്ഷെ അന്നിങ്ങനെ കുട്ടിയുടെ തല കുറച്ച് വലുതായി വന്നിരുന്നു. അപ്പൊ പിന്നെ വലുതായപ്പോ അതിന് പിന്നെ ഡോക്ടർമാർ പിന്നെ എന്തോ പനിയായിട്ട് പുറത്തുനിന്ന് ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു തലന്റെ അളവെടുക്കണം, തലന്റെ ഉള്ളിൽ വെള്ളം കൂടുതലുണ്ടെന്നാ തോന്നണേ. അപ്പൊ ഇനി പിന്നെ ചികിത്സിച്ചേണ്ടി വരും, ചിലപ്പോ ഓപ്പറേഷൻ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറെ നടന്നു. പിന്നെ മൗലാനെ കാണിച്ച് ഓപ്പറേഷത്തിന് ഡേറ്റ് ഒക്കെ പറഞ്ഞു. കുറച്ചപ്പോ ഒരു പറഞ്ഞു ഗ്യാരണ്ടി തരൂലായിരുന്നു. അതിലങ്ങനെ ഒരു ഡേറ്റ് അടുത്ത ആഴ്ചയിൽ അഡ്മിറ്റിന് ചെല്ലാൻ പറഞ്ഞ ദിവസമായിരുന്നു. ഒക്കെ റെഡിയായി ഇങ്ങോട്ട് ചെല്ലാതെ നിന്നപ്പോൾ ലാസ്റ്റ് ഡോക്ടർ പോരാന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡേറ്റ് പിന്നെ ഗ്യാരണ്ടി തരൂലായിരുന്നു. അതിലപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ വരാറൊന്ന് പോന്നു. പിന്നെ EMSലെത്തി വേറെ ഡോക്ടറെ കാണിച്ചപ്പോൾ EMS ഡോക്ടർ പറഞ്ഞു കുട്ടി നോർമലാണ്, ഒന്നും ചെയ്യണ്ടായിരുന്നു. സ്ഥിരമായിട്ട് തലവേദന ഛർദിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഇങ്ങനെ ഉണ്ടായി കണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ വേറെ എവിടെയെങ്കിലും കാണിച്ചു എന്നാണ്. അതിലങ്ങനെ കോയമ്പത്തൂർ കാണിച്ചു. അവിടെയും പറഞ്ഞു ഓപ്പറേഷൻ വേണം. ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞത് അതെങ്ങനെ തലൻ്റെ ഉള്ളിൽ നിന്ന് വയർക്ക് പിന്നെ പൈപ്പ് ഇറക്കുക. അത് 6 മാസം കൂടുമ്പോൾ വീണ്ടും ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ അത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടുന്ന് പിന്നെ അങ്ങനെ പോകുന്നു. പിന്നെ ഇപ്പൊ ബേബിയിലാ പിന്നെ ലാസ്റ്റ് കുറച്ച് പിന്നെ കാണിച്ചത്. അതൊക്കെ ഈ തലന്റെ വലുപ്പത്തിന്റെ ഇതുകൊണ്ട് ചികിത്സിക്കാൻ വേണ്ടിട്ട് അവിടുന്നും കാണിച്ചപ്പോ അവിടുന്ന് ഡോക്ടർ പറഞ്ഞ നോർമലാണ്. പിന്നെ തങ്ങൾ പാപ്പായിട്ട് വന്നു ഞങ്ങള്. അപ്പൊ തങ്ങൾ പാപ്പ പറഞ്ഞു ഒന്നും ചെയ്യണ്ട, അത് വലിയൊരു കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു. പിന്നെ അത് കാരണം ഒരു ബുദ്ധിമുട്ടും പിന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അതിനൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ഇവിടെ വന്നു ഞങ്ങള്. വന്നപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട, ഒപ്പൊന്നുമില്ല എന്ന് പറഞ്ഞത്. അവിടുന്ന് കൊണ്ട് പിന്നെ ഒന്ന് തടിയായിക്കുള്ള തടിയും വെച്ച് വലിപ്പൊക്കെ വെച്ചപ്പോ നോർമലായി. ഇപ്പൊ പിന്നെ ആരും കണ്ടാലും പറയാം എന്റെ ചെറുപ്പത്തെ രൂപമൊന്നും അല്ല, ഇപ്പൊ ഉഷാറാണ്. ഇപ്പൊ ആരും പറയില്ല. ഇപ്പൊ തടിക്കുള്ള തലന്നെ ഉള്ളൂ, വലിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. +1 പഠിച്ചാണ് സ്കൂളില്. മദ്രസില് +2 ആണ്. അപ്പൊ ഇടക്ക് പിന്നെ മഗ്‌രിബിക്ക് പള്ളിക്കും ദർസിനും പോണുണ്ട്. പിന്നെ നല്ലൊരു പാട്ടുകാരനുമാണ്. അൽഹംദുലില്ലാഹ്. നല്ലൊരു പാട്ടുകാരൻ. വലിയ സന്തോഷം. അങ്ങനെ ഒരു കുട്ടി നല്ലൊരു രൂപത്തിലൊരു പാട്ടൊക്കെ പാടി എത്രയോ വ്യൂവേഴ്സ് ഉണ്ട് ഇപ്പോൾ. പിന്നെ യൂട്യൂബിൽ കണ്ടല്ലോ. അതേമാതിരി ഇപ്പൊ എന്താ നബിദിനത്തിന് മത്സരങ്ങളുണ്ട്. അതില് ബാങ്കിന് കൂടിക്കണു. ബാങ്കിന്റെ ഫസ്റ്റ് കിട്ടിക്കണേ. ഇനി ഖുർആന് ഹിഫ്ദിനും കൂടിയിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ ഇവിടുത്തെ ഒരു ചികിത്സയിൽ സംതൃപ്തരാണ്. ഇവിടുത്തെ ഒരു ചികിത്സ കൊണ്ടാണല്ലോ ഈ കുട്ടി ഇപ്പൊ ഈ ഒരു നിലയിലേക്ക്. പിന്നെ അതേമാതിരി അവനും മുണ്ടിയുന്നില്ല. 1 വയസ്സ് കഴിഞ്ഞിട്ടും വർത്താനം പറയാൻ ഒന്നും ചെയ്തില്ല. അപ്പൊ തങ്ങൾപ്പാപ്പന്നെ പറഞ്ഞത് നല്ല അൽഹംദുലില്ലാഹ് നമുക്ക് ഇങ്ങനെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. തങ്ങൾപ്പാപ്പ ഇവിടുന്ന് പറഞ്ഞു പോയി. ഇവിടെ വന്ന് സങ്കടം പറഞ്ഞതിന്റെ പിറ്റേന്ന് ഓന് ഉമ്മാന്ന് വിളിച്ചു. ഉമ്മാന്ന് വിളിച്ചു. അതുവരെ ഒന്നും വിളിച്ചിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല, ഒന്നും കൊണ്ടുപോലായിരുന്നു. ഇവിടെ വന്ന് അപ്പൊ പിന്നെ എനിക്ക് സങ്കടമല്ല. ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഓരോ 3 ഇടങ്ങാറായിട്ടുണ്ടായത്. അപ്പൊ തങ്ങൾപ്പാപ്പത്ത് വന്നു. വന്നിട്ട് തന്നെയാണ് പിന്നെ നമ്മുടെ വന്ന് പറഞ്ഞു. അപ്പൊ തങ്ങൾപ്പാപ്പ പറഞ്ഞു ഇത്രയും ഇടങ്ങാറില് നമുക്ക് കിട്ടിയതല്ലേ, കഴിച്ചിലായി കിട്ടിയതല്ലേ, അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് കിട്ടിയതല്ലേ. അപ്പൊ അത് കാരണം നമുക്ക് എന്നാലും പഠിച്ചോടെ അൽഹംദുലില്ലാഹ് എന്ന് പറയാന്ന് പറഞ്ഞു. അതെ, അത്രയും ഒരു അവസ്ഥയിൽ പോയതുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു. പിന്നെ അത് നമ്മളൊരു ചികിത്സിച്ച് ഒരു നിലയിലാണ് ഇപ്പൊ ഈ നിലയിലേക്ക് നമ്മൾ എത്തിച്ചത്. ഇത്രയും കാലത്തൊരു ചികിത്സയുടെ ഫലം തന്നെയാണ്. പിന്നെ ഇവിടെ വന്ന് സങ്കടം പറഞ്ഞ തങ്ങൾപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ എന്നാലും ഇവിടെ വന്ന് സങ്കടം പറഞ്ഞ പിറ്റേന്ന് ഇങ്ങോട്ട് വർത്താനം പറയാൻ തുടങ്ങി. ഒരു 1.5 വയസ്സ്
2 വയസ്സാവണതിന്റെ മുന്നേ പാട്ട് പാടൽ തുടങ്ങി. ആ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ കേട്ട് അതിങ്ങനെ മനസ്സിലാക്കിയിട്ട് ആ പാടൽ തുടങ്ങും. ആ അങ്ങനെ ഇരുന്ന് അപ്പൊ പിന്നെ നല്ല ഇത് കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. ഉം, ഉം, ഉം. ഇപ്പൊ പിന്നെ അങ്ങനെ ഇളക്കൊന്നും പിന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ? വല്ലാതൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ ഉണ്ടാവും, എന്നാലും ആദ്യത്തെ പോലൊന്നുമില്ല, അൽഹംദുലില്ലാ. ഉം, ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ ചിലപ്പോ ഒന്ന് ഉം. അത് വളരെ അപൂർവമായിട്ട് എന്തെങ്കിലുമൊക്കെ അപൂർവമായിട്ടുള്ളൂ. അത് കാര്യമായിട്ടൊന്നും ഇല്ല. ഇല്ല, കാര്യമായിട്ടൊന്നുമില്ല, അൽഹംദുലില്ലാ. അത് മാറിയ ഒരു നോർമൽ കണ്ടീഷൻ. നോർമൽ കണ്ടീഷൻ തന്നെയാണ്. ആദ്യത്തെ അപേക്ഷ വെച്ചിട്ട് അൽഹംദുലില്ലാ നമുക്ക് പഠിച്ചാലും ശ്രദ്ധിച്ചാലും മതിയാവില്ല. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. അപ്പോൾ നിങ്ങളൊരു കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിൽ ജനങ്ങൾക്ക് അതൊരു വലിയ സൗകര്യമാണല്ലോ. കാരണം ഇങ്ങനെയൊക്കെയുള്ള ചികിത്സ കൊണ്ട്, പിന്നെ ആയുർവേദ ചികിത്സ കൊണ്ട് അതിനൊരു പ്രതിഫലമുണ്ടെന്നും അത് ആ ഒരു വഴിക്ക് നീങ്ങിയാൽ അതിന് ഫലം കിട്ടും എന്നുള്ളതും അറിഞ്ഞ് പല ആളുകളും ഓർമ്മശക്തിയും കുറവായിരുന്നു. ആ. ഓർമ്മശക്തി ഇവിടുന്ന് ആ മരുന്ന് കുടിച്ചിട്ടാണ് ആ വളരെ കുറവെന്ന് പറഞ്ഞാൽ. കുറച്ചും പോയാൽ അമ്മച്ചി എന്തേ പറഞ്ഞു ആ ആ ഒന്ന് പിന്നെയും ചോദിച്ചു. ആ ആ അതേമാതിരി ടീച്ചർമാർ പറഞ്ഞത് എനിക്ക് പറയാൻ ചിലപ്പോൾ വീട്ടിലൊന്നും പറയാനറിയില്ല. ആ ആ ആ പിന്നെ എന്തേ പറഞ്ഞു എന്ന് ചോദിക്കും. പിന്നെ ടീച്ചർമാർ പിന്നെ എനിക്ക് വിളിച്ചറിയാം. പിന്നെ ഒന്നിങ്ങനെ ഇന്നതും വേണം, അല്ലെങ്കിൽ അവനെ വിളിച്ച് പറഞ്ഞെടുക്കണേ വീട്ടിൽ വല്ലതും പറഞ്ഞു ചോദിച്ചു. ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഇന്നത് വേണം, ഇന്നത് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയും. അല്ലെങ്കിൽ ടീച്ചർ ഹോംവർക്കുള്ളത് എഴുതി വിട്ടു കൊടുക്കും. അല്ലതൊന്നും പറയാനറിയില്ല. ഇനി അപ്പുറത്തേക്ക് എന്തെങ്കിലും സാധനത്തിന് വിട്ടിക്കാണെങ്കിലും അവിടേക്ക് എത്തുമ്പോൾ മറക്കും. പക്ഷെ ആ ബ്രഹ്മി വിറ്റ ഒരു ബ്രഹ്മിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ മറ്റേ ഓർമ്മശക്തിക്കുള്ള ഗുളികയും മരുന്നുണ്ട്, അരിഷ്ടം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അൽഹംദുലില്ലാ ഇപ്പൊ കടയിലൊക്കെ പറഞ്ഞാല് 3-4 സാധനമൊക്കെ ഓർമ്മ ഞാൻ ഓരോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കും. ഓർമ്മയോട് കൂടി. മാത്രമല്ല ഇത്രയും പാസ്സായില്ലേ, +1 +2 ഒക്കെ പാസ്സായി, മദ്രസയിലും പാസ്സായി. അതൊക്കെ തന്നെ അതിന്റെ ഒരു ഇത്. നിങ്ങളെ പേര്? മുഹമ്മദ് മുസ്തഫ. സ്ഥലം വരുന്നത്? സ്ഥലം മുടിക്കോട്. പാണ്ടിക്കാട് മുടിക്കോട്. താമസിക്കുന്നത് മുടിക്കോട് തന്നെ, വടക്കോറമ്പ് എന്ന സ്ഥലം. നമ്മളെ ഈ PMS ആയുർവേദ ഹോസ്പിറ്റലിൽ വരാനുണ്ടായ സാഹചര്യം? ഞാൻ സുഖമില്ലാതെ കർണാടകയിലായിരുന്നു. അവിടെ ജോലി ആവശ്യാർത്ഥം പോയതായിരുന്നു. അവിടുന്ന് അങ്ങനെ സുഖമില്ലാതായി. പിന്നെ അവിടെ ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിലൊന്നും കുറവില്ല. ഹോസ്പിറ്റലിൽ പോയി, എന്നിട്ടും ഛർദിയും ഇതും നിൽക്കണില്ല. അപ്പം അങ്ങനെ ആയപ്പോൾ PMSത്തെ തങ്ങളാപ്പാക്ക് പാപ്പ വിളിച്ച് ചോദിച്ച് അങ്ങനെ തങ്ങളാപ്പ അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞ് ആംബുലൻസിൽ ഇങ്ങോട്ട് എത്തിക്കുക ചെയ്തത്. ആംബുലൻസിലാണ് വന്നത്? ആംബുലൻസിലാണ്. അപ്പോൾ അങ്ങനെ ആംബുലൻസിൽ വരാൻ മാത്രമുള്ളത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു? എനിക്ക് നീച്ച് നടക്കാനോ അതേപോലെ ഭക്ഷണം കഴിക്കാനോ ഏകദേശം 5 ദിവസത്തോളം അന്നം വെള്ളമൊന്നും ഇല്ലാതെ ഞാൻ കടന്നിട്ടുണ്ട്. ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ബെറ്റർ ആണോ? കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. എല്ലാം ശരിയായിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. വന്ന ടൈമിൽ നല്ല ഫുള്ള് വന്ന ടൈമിൽ എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് നടക്കാനോ അതേപോലെ ഇരിക്കാനോ ഒന്നും ഇതില്ല. ബാത്റൂമിൽ പോണെങ്കിൽ വരെ ഒരാളെ സപ്പോർട്ടും കാര്യങ്ങളും വേണം. ഛർദിച്ച് വളരെയധികം ആവശ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ മുമ്പ് വന്നിട്ടുണ്ട് ഇവിടെ ഹോസ്പിറ്റലിൽ? മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് ചികിത്സക്ക് വന്നിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ എവിടെയും കാണിച്ചിരുന്നോ? എന്ത് ചികിത്സ? കർണാടകയിൽ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അവിടെ പോയിട്ട് പനിയാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ അത് മെയിൻ കഴിഞ്ഞ വേദനയായി, പിന്നെ ഛർദി തുടങ്ങി. അപ്പൊ അവിടെ 2-3 ഡോക്ടർമാരുടെ അടുത്ത് പോയി. അവര് പറഞ്ഞു ചെറിയൊരു മൂത്രത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ ആണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് രക്തം ടെസ്റ്റ് ചെയ്തു, അതിലൊന്നും കണ്ടില്ല. കൗണ്ട് കുറച്ച് കുറഞ്ഞതായിട്ടാണ് ഇതിൽ കണ്ടത്, വേറെ ഒന്നും അതിൽ കണ്ടിട്ടില്ല. പിന്നെ ആണ് ഇങ്ങോട്ട് വന്നത്. അവിടുന്ന് കുറവില്ലാത്ത കാരണം കൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ സാഹചര്യം ഉണ്ടായത്. എങ്ങനെയുണ്ട് ഇപ്പോ നമ്മളെ പേഷ്യന്റിന്റെ ഇപ്പത്തെ സാഹചര്യം വന്നപ്പോ ഉണ്ടായിരുന്ന സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ വരുമ്പോഴത്തേക്ക് പറ്റ പുറത്തുകൊണ്ട് ഇപ്പൊ തങ്ങളെ കൂടെ വന്നിട്ട് മരുന്ന് കൊടുത്താൽ പിന്നെയാണ് മാറിയത്. അന്ന് വന്നപ്പോഴുള്ള സാഹചര്യം ഇപ്പത്തെ നോക്കുമ്പോ ഒരുപാട് മാറ്റമുണ്ട്.
മുമ്പ് ഇവിടെ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് നമ്മളെ ആ ഹോസ്പിറ്റലിൽ? ഞാനെപ്പോ കുറെ പ്രസവം എടുക്കുക വന്നുകൊണ്ട് എപ്പോഴും വന്നുകൊണ്ടുണ്ട്. ഇവിടെ എപ്പോഴും വരും. അങ്ങനെ പരിചയം ഉണ്ടായി തങ്ങളെ പപ്പനൊപ്പം. അങ്ങനെ ഉടുക്കായിട്ട് വിളിച്ച് ചോദിച്ചു ഞാൻ. എന്നിട്ട് അപ്പൊ നിങ്ങൾ കൊണ്ടുവരിക അറിഞ്ഞു. അങ്ങനെ ആംബുലൻസിൽ ഇങ്ങോട്ട് കൊടുന്നതാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ സർവീസ് കാര്യങ്ങളൊക്കെ? സ്റ്റാഫുകളതും മരുന്ന് കൊടുക്കുന്ന കാര്യങ്ങളും ഒരു കുഴപ്പമില്ല, ഒക്കെ സാറാ. ഭക്ഷണത്തിന്റെ കാര്യങ്ങളും റൂമും കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ സാറാണ്. ഇവിടെ വന്നതിന് ശേഷം പിന്നെ ടെസ്റ്റുകൾ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിരുന്നോ? അവിടെ വന്നതിന് ശേഷം ടെസ്റ്റുകൾ നടത്തി. ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ? ബ്ലഡ് ടെസ്റ്റ്, അതേപോലെ മൂത്രം ടെസ്റ്റ് ചെയ്തു. അപ്പൊ അതിൽ മഞ്ഞപ്പിത്തണ്ട്, അത് നല്ല കൂടിയ അളവിലുണ്ട്. അങ്ങനെ മനസ്സിലായി. അതിന് ശേഷം ചികിത്സയും കാര്യങ്ങളും തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റ് നടത്തി. അപ്പൊ നല്ല മാറ്റമുണ്ട്, പിന്നെ കുറഞ്ഞു വന്നു. ഇവിടുത്തെ നമ്മളെ ഹോസ്പിറ്റലിലെ പച്ചമരുന്നും കാര്യങ്ങളും? പച്ചമരുന്നും കാര്യങ്ങളും